Question paper revision, chapter 8 gravitation, part 3. 2016 improvement exam in 5 marks in the question choichu. First one, state Kepler's second law of planetary motion, law of areas. Second law of planetary motion, അതിന്റെ മറ്റൊരു പേരാണ് law of area, അത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, aerial velocity is a constant or dA by dt is a constant. dA by dt എന്ന് പറഞ്ഞാൽ aerial velocity ആണ്. അടുത്തത്, derive an equation for the orbital velocity of a satellite. Orbital velocity യുടെ derivation ആണ്. ഇവിടെ gravitational force centripetal force equal ആണ്. Gravitational force പറഞ്ഞാൽ gmm by r square ആണ്. Centripetal force mvo square by r. Vo represent ചെയ്യുന്ന orbital velocity നെയാണ്. ഇതിൽ നിന്ന് small m കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ആറും കട്ട് ചെയ്യാം. അപ്പോൾ gm by r is equal to vo square. ഇതിൽ നിന്ന് vo ന്റെ വാല്യൂ കണ്ടു root of gm by r. But gm is equal to gr square നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ gm ന് പകരം നമ്മൾ gr square കൊടുക്കുന്നു. അപ്പോൾ vo is equal to root of gr square by r. ഒരു ആറും കട്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? vo is equal to root gr. The escape velocity of a planet is 20 km per second. Find the orbital velocity of the smallest possible orbit. ഇപ്പോൾ escape velocity തന്നിട്ടുണ്ട്, orbital velocity കാണണം. നമുക്കറിയാം escape velocity ve is equal to root 2 into orbital velocity vo എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് vo is equal to ve by root 2. വിയുടെ വാല്യൂ എത്രയാണ്? 20 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, അതായത് 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ റൂട്ട് 2ന്റെ വാല്യൂ 1.414 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയാണ്. അടുത്തത്, the acceleration due to gravity may vary with altitude and depth. Arrive at an expression for acceleration due to gravity at a height h. h ഹൈറ്റിലുള്ള acceleration due to gravity കണ്ടെത്താൻ, അതായത് വേരിയേഷൻ ഓഫ് g with altitude ഫോർമുല ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ എം എർത്തിന്റെ മാസ്, സ്മോൾ എം ബോഡിയുടെ മാസ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറും എച്ചും തമ്മിൽ കൂട്ടിയതാണ്. തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to gmm by r plus h whole square ആണ്. ബട്ട് F is equal to mg dash ആണ്. അപ്പോൾ m ക്യാൻസൽ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? g dash is equal to gm by r plus h whole square. ബട്ട് g is equal to gm by r square ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1/2 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ gm കട്ട് ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന ഏതാണ്? r square by r plus h whole square ആണ്. ഇതിൽ നിന്ന് g dash is equal to gr square by r plus h whole square. അതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് g dash is equal to g into 1 minus 2h by r. So we can write value of g decreases with altitude. അടുത്തത്, acceleration due to gravity is independent of dash. ബ്രാക്കറ്റിൽ mass of earth, mass of body. ഏതാണ് ആൻസർ? mass of body. ബോഡീനായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അടുത്തത്, why does satellite need no fuel to go around a planet in a fixed orbit? ഒരു പ്ലാനറ്റിന് ചുറ്റും കറങ്ങാൻ വേണ്ടിയിട്ട് ഫ്യൂവലിന്റെ ആവശ്യമില്ല സാറ്റലൈറ്റിന്. കാരണം എന്താണ്? സാറ്റലൈറ്റ് റിവോൾവ്സ് റൗണ്ട് ദ പ്ലാനറ്റ് ബിക്കോസ് ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് മൂലമാണ് സാറ്റലൈറ്റ് പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്നത്. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന് മുകളിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ W is equal to Fs cos 90 ആണ്, is equal to 0 ആണ്. So no energy is needed for revolution of the satellite. അപ്പോൾ എനർജി ആവശ്യമില്ല കറങ്ങാൻ വേണ്ടിയിട്ട്. So no fuel is needed. അതുകൊണ്ട് ഫ്യൂവലിന്റെ ആവശ്യമില്ല. A ball bounces more on the surface of the moon than on the earth. Explain why. അപ്പോൾ ഒരു ബോള് നമ്മൾ താഴ്ത്തിട്ട് കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യുന്നത് മൂണിൽ കൂടുതൽ ഉയരത്തിൽ ബൗൺസ് ചെയ്യുന്നുണ്ട് എർത്തിനേക്കാൾ. കാരണം എന്താണ്? സിൻസ് ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ ദർ വിൽ ബി നോ ലോസ് ഓഫ് മെക്കാനിക്കൽ എനർജി ഡ്യൂറിങ് ഫോൾ ആൻഡ് റൈസ് ഓഫ് ബോൾ. മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല? ദർ ഈസ് നോ ലോസ് ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയിൽ ലോസ് ഇല്ല ഡ്യൂറിങ് എപ്പോൾ? ഫോൾ ആൻഡ് റൈസ് ഓഫ് ബോൾ. അത് താഴത്തേക്ക് വീഴുമ്പോഴും മുകളിലേക്ക് പോകുമ്പോഴും മെക്കാനിക്കൽ എനർജിയിൽ ലോസ് സംഭവിക്കുന്നില്ല. Also acceleration due to gravity is small. മൂണിലെ acceleration due to gravityയും കുറവാണ്. 2015 improvement.
The moon does not have an atmosphere around it. Give reason. Moon atmosphere illa കാരണം എന്താണ്? Escape velocity of moon is 2.4 km per second. Moon's escape velocity 2.4 km per second ആണ്. Moon has no atmosphere since molecular velocity is higher than escape velocity of moon. Moon's atmosphere ഇല്ലാതിരിക്കാനുള്ള കാരണം since molecular velocity is higher than escape velocity of moon. അപ്പോൾ molecular velocity escape velocityയേക്കാൾ ഹയർ ആണ്. അപ്പോൾ ഏതെങ്കിലും മോളിക്യൂൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. For a body to leave from Earth's gravitational field, it should be projected with a minimum velocity named velocity. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഒരു മിനിമം വെലോസിറ്റിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യണം. ആ വെലോസിറ്റിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? എസ്കേപ്പ് വെലോസിറ്റി. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദിസ് വെലോസിറ്റി, അതായത് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. Gmm/r is equal to half mve square. m കട്ട് ചെയ്തു, സ്മോൾ m. അപ്പൊ നമുക്ക് ve square is equal to 2gm/r. ve is equal to root of 2gm/r. But gm is equal to gr square. അപ്പൊ v is equal to root 2gr square by r. r കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? v is equal to root 2gr. Distance to the moon from Earth is 3.84 into 10 raised 8 meter, and time period of moon's revolution is 27.3 days. Obtain mass of Earth. Gravitational constant G is equal to 6.6 into 10 raised to minus 11 Newton meter square per kilogram square. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് മൂണും എർത്തും തമ്മിലുള്ളത്. അതുപോലെ തന്നെ മൂണിന്റെ പീരീഡ് തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. മാസ് ഓഫ് എർത്ത് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, പീരീഡ് കാണാനുള്ള ഫോർമുല അറിയാം. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ബൈ ജി എം ഇൻറ്റു ആർ ക്യൂബ് ആണ്. ഇത് എമ്മിന്റെ വാല്യൂ ഇതിൽ നിന്ന് കാണാം. എം ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ടി സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ്. എല്ലാത്തിൻ്റെയും വാല്യൂ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ 3.14 ആണ്. ജിയുടെ വാല്യൂ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ആ വാല്യൂ നമ്മൾ എഴുതി. ഇൻറ്റു ടി സ്ക്വയർ, ടിയുടെ വാല്യൂ ആണ് 27.3 ആണ്. ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ഇൻറ്റു ആർ ക്യൂബ്, ആർ ക്യൂബിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ക്യൂബ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6.02 ഇൻറ്റു 10 raised to 24 കിലോഗ്രാം. How do you explain weightlessness in an artificial satellite? എങ്ങനെയാണ് വെയ്റ്റ്ലെസ്നെസ് എക്സ്പ്ലെയിൻ ചെയ്യുക ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ എന്നുള്ളത്? any body inside a satellite, the net force is 0. ഒരു സാറ്റലൈറ്റിനുള്ള ബോഡിയുടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. സോ വെയ്റ്റ്ലെസ്നെസ് occurs. അതുകൊണ്ടാണ് വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത്. Find the relation between orbital velocity and escape velocity. Orbital velocity, escape velocity തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ v is equal to root 2 into gr ആണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് എഴുതിയ v is equal to root 2 into root gr. റൂട്ട് ജി ആർ എന്ന് പറഞ്ഞാൽ വിഒ ആണ്. അപ്പൊ നമുക്ക് വി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു വിഒ എന്ന് എഴുതാം. അടുത്തത്, വാട്ട് ഈസ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർ സിൻക്രണസ് സാറ്റലൈറ്റ് പറഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഫിക്സഡ് അറ്റ് സർട്ടൻ പ്ലേസ് എബോവ് എർത്ത്. എർത്തിന്റെ മുകളിൽ ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫോർ ദിസ് പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് ഈസ് 24 hours. അതിന് വേണ്ടിയിട്ട് ആ സാറ്റലൈറ്റിന്റെ പീരീഡ് എത്രയായിരിക്കും? 24 hours ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അടുത്ത പോളാർ സാറ്റലൈറ്റ് ആണ്. ഇറ്റ് റിവോൾവ് റൗണ്ട് ദ പോൾസ് ഓഫ് എർത്ത്. പോൾസിന് ചുറ്റുമാണ് കറങ്ങുന്നത്. നോർത്ത് പോളിനും സൗത്ത് പോളിനും ചുറ്റുമായിട്ടാണ്. യൂസ്ഡ് ഫോർ വെദർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ പ്രവചനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.